കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഈ അച്ചായൻ്റെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു ഞാൻ. പ്രായത്തിൽ അന്തരം ഉണ്ടെങ്കിലും ബന്ധത്തിൽ ഞങ്ങൾ തമ്മിൽ അന്തരം ഇല്ലായിരുന്നു. അതുപോലെ തിരുവല്ല രൂപതയിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായ സജി അന്ന് വൈസ് പ്രസിഡൻ്റായിട്ട് എൻ്റെ കൂടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും എനിക്ക് ഈ ഭവനത്തിൽ വരുവാനും ഈ ഓതറയിലുള്ള മറ്റ് വ്യക്തികളോട് ബന്ധപ്പെടുവാനും ഇടയാക്കിയത് സജി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഭവനത്തിൽ വച്ച് അച്ഛൻ പറഞ്ഞു, ഗൾഫ് നാടുകളിൽ ഈ കുടുംബത്തിലെ പലരും മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ചെയ്ത സേവനത്തെക്കുറിച്ച്. ഞാൻ അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ന്യൂജേഴ്സിയിൽ എൻ്റെ പ്രിയ സുഹൃത്തായ സജിയുടെ വീട്ടിൽ പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ടുണ്ട്. ആദ്യമായി അമേരിക്കയിൽ ഒന്ന് വണ്ടി ഓടിക്കാൻ, ആ ഏരിയയിൽ വണ്ടി ഓടിക്കാൻ എനിക്ക് അവസരം തന്നത് സജിയാണ്. അല്പം പേടി സജിക്കുണ്ടായിരുന്നെങ്കിലും മൂവാറ്റുപുഴ രൂപതയുടെ പ്രത്യേകമായ അനുശോചനം ഈ അവസരത്തിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിനന്ദ പിതാവ്, ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ബേബിച്ചായന് ഉചിതമായ യാത്രയയപ്പ് നൽകുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധ ദേവാലയത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയൊക്കെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രത്യാശയുടെ അടിസ്ഥാനത്തിലും ക്രമീകരിച്ചിരിക്കുകയാണല്ലോ. ഈ അടുത്ത കാലത്ത് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളിൻ്റെ സംസ്കാര ശുശ്രൂഷ കണ്ടപ്പോൾ അത് ഒന്നുമില്ലാത്ത ഒരവസ്ഥ പോലെ എനിക്ക് തോന്നുകയുണ്ടായി. നമ്മെ സംബന്ധിച്ച് വേദപുസ്തക ഭാഗങ്ങൾ വായിച്ചും ഗീതങ്ങൾ ആലപിച്ചും സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിയും ദൈവത്തിൽ വിശ്വസിച്ച ഒരാളിനെ യാത്ര അയക്കുന്ന പതിവാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 3-4 ദിവസങ്ങളായി കീക്കാട്ടിൽ മുറ്റത്ത് വൈകിട്ട് നടന്ന പ്രാർത്ഥനാ യോഗങ്ങളും പ്രസംഗങ്ങളുമൊക്കെ ശ്രദ്ധിക്കുമ്പോഴറിയാം, ബേബിച്ചായനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാതെ നമുക്ക് മനസ്സിലാകും. എക്യുമെനിസത്തിന് ഒരു സന്ദേശം
ബേബിച്ചാൻ അറിയാതെ തന്നെ ഈ നാടിന് സംഭാവന ചെയ്തു എന്നുള്ളത് വലിയ ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ്.